നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനിയുള്ള 5 വർഷം പിണറായി വിജയനാണ് പ്രതിപക്ഷ നേതാവെങ്കിൽ ദേശാഭിമാനിയുടെ ആപ്പീസ് പൂട്ടിയിടാമെന്നാണ് ദേശാഭിമാനിയിലെ മാധ്യമ സിംഹങ്ങളുടെ തീരുമാനം. കാരണം പിണറായി വിജയൻ കാരണം 8ന്റെ പണി കിട്ടിയത് ദേശാഭിമാനിക്കാണ്. ഒരു വരി എഴുതാൻ കഴിയാത്ത ഗതികേട്. നിന്ന നിൽപ്പിൽ യൂടേൺ അടിക്കുന്ന പിണറായി കാരണം എങ്ങനെയാണ് ഞങ്ങൾ വാർത്ത കൊടുത്തിട്ട് നിന്ന നിൽപ്പിൽ യൂടേൺ അടിക്കുന്നത് എന്നാണ് ദേശാഭിമാനി ചോദിക്കുന്നത്. പിന്നെ യൂടേൺ അടിക്കുന്ന കാര്യത്തിൽ ദേശാഭിമാനിക്ക് വലിയ പാടുപെടേണ്ട കാര്യമില്ല. കാരണം ഇത് സ്ഥിരം ഏർപ്പാടാണല്ലോ. അതുകൊണ്ട് ഒന്ന് പ്ലേറ്റ് മാറ്റിയാൽ മതി. പക്ഷേ പിണറായി കാരണം ഓരോ മിനിറ്റിലും പ്ലേറ്റ് മാറ്റേണ്ട ഗതികേടാണ് ദേശാഭിമാനിക്ക് വന്നിരിക്കുന്നത്. കാരണം വിഴിഞ്ഞത്തെ നിക്ഷേപത്തിന്റെ പേരിൽ പിണറായിക്ക് എല്ലാ ക്രെഡിറ്റും കൊണ്ടുകൊടുത്ത ദേശാഭിമാനി അങ്ങോട്ട് സഭയിലോട്ട് നോക്കിയപ്പോൾ പിണറായി വിജയൻ അവിടെ നിന്നുകൊണ്ട് വിദേശ നിക്ഷേപത്തിനെതിരെ VD സതീശൻ സർക്കാരിനെതിരെ കൊമ്പ് കോർക്കുന്നു. അതോടുകൂടി കൊടുത്ത വാർത്ത മുക്കേണ്ട ഗതികേടിലേക്ക് ദേശാഭിമാനി എത്തി. അതിന്റെ നാണക്കേട് ഇതുവരെയും തീർന്നിട്ടില്ല. ദേശാഭിമാനിയുടെ ഒരു ഗതികേട് നോക്കണേ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വിഴിഞ്ഞം വിഷയം 6000 കോടിയുടെ കടൽ കൊള്ള എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ട് പേജിൽ മുട്ടൻ വാർത്തയൊക്കെ കൊടുത്തതാണ്. അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ വലിയ അഴിമതി നടത്തുന്നേ, അദാനിയുമായി ചേർന്നുകൊണ്ട് കൊള്ള നടത്തുന്നേ എന്നായിരുന്നു ദേശാഭിമാനി വെച്ചങ്ങ് അലക്കിയത്. എന്നാൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ വാർത്ത മുക്കേണ്ടി വന്നു. പിന്നെ നമ്മൾ കണ്ടത് എന്തായിരുന്നു? വിഴിഞ്ഞത്ത് വികസന കുതിപ്പ്. അദാനിയുടെ കൈ പിടിച്ചുകൊണ്ട് പിണറായി വികസനത്തിന്റെ വലിയ നാഴികക്കല്ലുകൾ തീർക്കുന്നു എന്ന് ഇവർക്ക് തന്നെ പറയേണ്ടി വന്നു. അന്നപ്പോൾ കടൽ കൊള്ളയെല്ലാം ഇവരെങ്ങും മറന്നു. അപ്പോൾ അത് വികസനം. ഉമ്മൻചാണ്ടി കൊണ്ടുവന്നപ്പോൾ കടൽ കൊള്ള പിണറായി വിജയന്റെ കാലത്തേക്കായപ്പോഴത്തേക്ക് അത് വികസനമായി മാറി. അത് നമ്മൾ കേരളം കണ്ടു. അതും കഴിഞ്ഞതാ VD സതീശൻ സർക്കാർ അധികാരമേറ്റപ്പോൾ വീണ്ടും അദാനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കടൽ കൊള്ള എന്ന് പറയേണ്ടി വന്നിരിക്കുകയാണ്. അതായത് വിഴിഞ്ഞത്ത് അദാനിയുടെ 49% ഓഹരി വിൽക്കുന്നു എന്ന് വാർത്ത പുറത്തു വന്നതോടുകൂടി, അതിനെ എതിർത്തുകൊണ്ട് പിണറായി വിജയൻ രംഗത്തേക്ക് വന്നതോടുകൂടി ഇതിനെ കൊള്ളയാക്കാൻ വീണ്ടും ദേശാഭിമാനി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. വല്ലാത്ത ഒരു ഗതികെട്ട അവസ്ഥയാണ് ദേശാഭിമാനിക്കെന്ന് പറയാതെ നിവർത്തിയില്ല. ഇതിപ്പോൾ ഭരണം മാറി മാറി വരുന്നതിനനുസരിച്ച് അദാനിയെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം ദേശാഭിമാനിക്ക്. പിണറായി വിജയന്റെ കാലത്ത് വികസന നായകൻ അദാനി, VD സതീശന്റെ കാലത്ത് കോർപ്പറേറ്റ് മുതലാളി, അതായത് കുത്തക മുതലാളിയാണ് അദാനി. ഇതിപ്പോൾ 2 അദാനിയാണ് ദേശാഭിമാനിയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളത്. പിണറായി വിജയൻ നിയമസഭയിൽ ഇങ്ങനെ നിന്ന് മറുകണ്ഠം ചാടുമെന്ന് ദേശാഭിമാനി കരുതിയതേയില്ല. കാരണം അവരുടെ വാർത്ത വെബ്സൈറ്റിൽ കൊടുത്തിരുന്ന വാർത്ത ബഹുഗേമമായിരുന്നു. പിണറായി വിജയന്റെ ഇച്ഛാശക്തിയായിരുന്നു, പിണറായി സർക്കാരിന്റെ കാലത്തെ വലിയ വിജയമായിരുന്നു, വികസന കുതിപ്പായിരുന്നു, നാഴികക്കല്ലായിരുന്നു, വിഴിഞ്ഞത്തേക്കുള്ള വിദേശ നിക്ഷേപം എന്നൊക്കെ അങ്ങ് തള്ളി മറിക്കുകയായിരുന്നു. എന്നാൽ പിണറായി നിയമസഭയിൽ പറഞ്ഞതോ വിദേശ നിക്ഷേപം അത് അപകടമാണ്, കുത്തകവൽക്കരിക്കാൻ പോകുന്നു എന്നൊക്കെയായിരുന്നു. അദാനിയുടെ നീക്കം എതിർക്കണം, MSC കമ്പനി അവർ ബൂർഷ്വാ കമ്പനിയാണ് എന്നൊക്കെ അങ്ങ് തട്ടിവിടുകയായിരുന്നു പിണറായി. ഇതോടെയാണ് നിന്ന നിൽപ്പിൽ ദേശാഭിമാനിക്ക് ചുവട് മാറ്റേണ്ടി വന്നത്. ഇത് മാത്രമല്ല, പാർട്ടി ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ വികസനവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ കൊടുക്കുമ്പോൾ പാർട്ടിയോടൊന്ന് കൂടിയാലോചിച്ചിട്ട് വേണം വാർത്ത കൊടുക്കാൻ എന്നാണ്. കാരണം യൂടേൺ അടിക്കേണ്ടി വരിക എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. പിണറായി വിജയൻ സമയവും കാലവും ഒന്നും കുറിച്ച് തരത്തില്ല യൂടേൺ അടിക്കുന്ന കാര്യത്തിൽ. നിന്ന നിൽപ്പിൽ അങ്ങ് യൂടേൺ അടിക്കുകയാണ്. ഇതോടുകൂടി പാർട്ടി പത്രം വല്ലാത്ത നാണക്കേടിലേക്ക് വന്ന് വീണിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ വൻ ട്രോളാണ് ദേശാഭിമാനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ആ ഒരു വാർത്തയിലെ ചില ഭാഗങ്ങൾ, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ദേശാഭിമാനി 1-ാം പേജിലായിരുന്നു കടൽ കൊള്ള എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്ത കൊടുത്തത്. അത് പിന്നീട് എപ്പോഴും അദാനിയുമായി ബന്ധപ്പെട്ട എപ്പോൾ വിവാദം പുകഞ്ഞു പുറത്തേക്ക് വന്നാലും CPM-നെ കുടുക്കാൻ വേണ്ടി ഈ പത്രവാർത്ത സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊക്കാറുണ്ട് UDF-കാർ. ഇപ്പോഴും അവർ അത് കുത്തിപ്പൊക്കി വിട്ടിട്ടുണ്ട്. കടൽ കൊള്ള എന്ന തലക്കെട്ടിൽ പുറത്തിറങ്ങിയ 1-ാം പേജിൽ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ രൂക്ഷ വിമർശനമായിരുന്നു ദേശാഭിമാനി ഉന്നയിച്ചത്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൈകോർത്ത തീവെട്ടിക്കൊള്ളയ്ക്ക് പിന്നിലെ ലക്ഷ്യം 5000 കോടി രൂപ വിലമതിക്കുന്ന ഭൂമിയാണെന്നായിരുന്നു ദേശാഭിമാനിയുടെ വാർത്തയിൽ വന്നത്. കൊച്ചി മെട്രോയിൽ പരാജയപ്പെട്ടപ്പോൾ ഇവിടെ വികസന കുതിപ്പിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് പദ്ധതി അദാനിക്ക് തീറെഴുതിയതെന്നും വാർത്തയിൽ വന്നു. അദാനിക്ക് വേണ്ടി പെട്ടി ചുമക്കുന്ന അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാർട്ടൂണും വാർത്തയ്ക്കൊപ്പം കൊടുത്തിരുന്നു. ഇപ്പോൾ ദേശാഭിമാനി പിണറായിയുടെ ഒരു കാർട്ടൂൺ അങ്ങനെ കൊടുക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇതിനു പുറമെ പദ്ധതിയുടെ ഭാഗമായി
കടൽ കുഴിക്കൽ തുടങ്ങിയതോടെ ആ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെട്ടുവെന്നും മത്സ്യ ലഭ്യത കുറഞ്ഞുവെന്നും ദേശാഭിമാനിയുടെ വാർത്തയിലുണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ച സഹായങ്ങളും തൊഴിൽ പുനരധിവാസവും സർക്കാർ മറന്നു തുടങ്ങി. കടൽ വിദേശ കപ്പലുകൾക്കും കര വിഴിഞ്ഞം വാണിജ്യ പോർട്ടിനായി അദാനിക്ക് നൽകിയതോടെ തീരദേശവാസികളുടെ മത്സ്യബന്ധനം അസാധ്യമാണെന്നും ഈ വാർത്തയിൽ ഉണ്ടായിരുന്നു. അതായത് കടൽ കൊള്ള നടത്തുന്നു, ഉമ്മൻചാണ്ടി ഇതിന്റെ മറവിൽ കോടാനുകോടി സ്വന്തം കീശയിലേക്ക് എത്തിച്ചു എന്നൊക്കെയായിരുന്നു ആ വാർത്തയിൽ ഉണ്ടായിരുന്നത്. അന്ന് അദാനിയെ കുത്തക മുതലാളി എന്ന് പറഞ്ഞ പിണറായി കൂട്ടർക്ക് പിന്നീട് അധികാരത്തിൽ വന്നപ്പോൾ അദാനിയുമായി കൈകോർത്ത് വിഴിഞ്ഞത്തും അതുപോലെ തന്നെ തിരുവനന്തപുരം എയർപോർട്ടിലും കൈ കൊടുക്കേണ്ടി വന്നതും നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ സമയത്തൊന്നും കടൽ കൊള്ളയെന്നോ അല്ലെങ്കിൽ മറ്റു കൊള്ളയെന്നോ ഒന്നും കേട്ടില്ല. അപ്പോൾ അത് വികസനമായി അങ്ങ് ചിത്രീകരിക്കുകയായിരുന്നു. ഇത് മാത്രമോ, അദാനിയെ പൊക്കിയെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടന്നതിൽ പ്രധാനികൾ ഈ പറയുന്ന പിണറായി വിജയൻ തന്നെയാണ്. ഇപ്പോൾ പിണറായി വിജയൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, നിയമസഭയിൽ ഒരു അക്ഷരം മിണ്ടാൻ കഴിയുന്നില്ല. അദാനി വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് വന്നാലും പിണറായിക്ക് വായും പൂട്ടിക്കെട്ടി മിണ്ടാതിരിക്കേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് KN ബാലഗോപാലൊക്കെ പിണറായി വിജയനെ എടുത്തിട്ട് പൊരിക്കുന്നതും. തർക്കശാസ്ത്രത്തിൽ അഗ്രഗണ്യനാണ് സതീശൻ. ആ സതീശന്റെ കയ്യിലോട്ടാണ് അദാനി വിഷയമൊക്കെ കിട്ടിയത്. ഭരണപക്ഷത്തെ അടിച്ചിരുത്താൻ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന അദാനി വിഷയം നേരിട്ട് ചെന്ന് പിണറായിയുടെ മണ്ടയ്ക്ക് തന്നെ ഇട്ട് പൊട്ടിച്ചാണ് സതീശൻ മറുപടികൾ കൊടുത്തത്. പ്രതിപക്ഷ നേതാവിനെ മാറ്റണം, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്ന് മാറി KN ബാലഗോപാലിനെ പ്രതിപക്ഷ നേതാവാക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യം ഉയരുന്നത്. കാരണം നിയമസഭയിൽ പിണറായി വിജയൻ ഒരു അക്ഷരം മിണ്ടുന്നില്ല. പിണറായി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അത് അദാനി വിഷയമാണെന്ന് പറഞ്ഞല്ലോ. അതായത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പിണറായി അദാനിയുമായി എന്തൊക്കെ ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടാകും, മന്ത്രിസഭ പോലും അറിയാതെ, CPM നേതാക്കൾ ആരും അറിയാതെ വലിയ ഡീലുകൾ നടന്നിട്ടുണ്ടാകണമെന്നാണ് ഇപ്പോൾ ആരോപണം വരുന്നത്. സർക്കാരിനെ അടിച്ചിരുത്താൻ പ്രതിപക്ഷ അംഗങ്ങൾ സതീശൻ അദാനി കൂട്ടുകെട്ട് വലിച്ചിടുമ്പോൾ ഒരക്ഷരം അദാനിക്കെതിരെ പറയാൻ കഴിയാതെ പിണറായി വീർപ്പ് മുട്ടുകയാണ്. 49% ഓഹരി അദാനി വിൽക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് പ്രതിപക്ഷം അങ്ങ് ഇളകി ഇറങ്ങിയത് അദാനിക്കെതിരായി. പക്ഷെ പിണറായി അപ്പോഴും ഒന്നും പറഞ്ഞില്ല. അദാനിയുടെ 25% ഓഹരി സർക്കാർ അനുമതിയോടെ വിൽക്കാമെന്നാണ് കരാറുള്ളത്. 49% വിദേശ കമ്പനിക്ക് വിൽക്കാൻ തുടങ്ങിയതിനെ കുത്തകവൽക്കരണം എന്ന് പറയുന്ന CPM പിണറായി ഭരണകാലത്ത് 25%മോ 49%മോ ഓഹരി വിദേശ കമ്പനിക്ക് അദാനി വിറ്റിരുന്നെങ്കിൽ അതിനെ വികസനമെന്നേ പറയത്തുള്ളായിരുന്നു. പിണറായി ഭരണകാലത്തായിരുന്നെങ്കിൽ അദാനി 25 അല്ല 49% ഓഹരിയും വിൽക്കാൻ പിണറായി പച്ചക്കൊടി വീശിയേനെ, അദാനി വിൽക്കുകയും ചെയ്തേനെ. MSC ഷിപ്പിംഗ് കമ്പനി പാർട്ട്ണറായി വന്നാൽ ഇത് കുത്തകയാകുമെന്നാണ് CPMന്റെ അടുത്ത വാദം. അദാനിയുടെ പോർട്ടുകളിൽ MSC പങ്കാളിയാണ്, അതായത് മുന്ദ്ര തുറമുഖത്തൊക്കെ. ഇത് മുൻ സർക്കാരിനും അറിയാവുന്ന കാര്യമായിരുന്നില്ലേ? ഇതേ CPM മുൻപ് MSC കമ്പനിയുടെ നിക്ഷേപം പൊലിപ്പിച്ചു പറഞ്ഞവരാണ്. ഇനിയിപ്പോൾ അദാനി 25% ഷെയർ വിൽക്കാൻ തയ്യാറായാൽ പിണറായിക്കോ പ്രതിപക്ഷത്തിനോ അതിലൊന്നും പറയാൻ കഴിയില്ല. കാരണം മുൻ സർക്കാരുമായി അദാനി ഒപ്പിട്ട കരാറിൽ വിൽക്കാമെന്നാണ് ഡീൽ ഉണ്ടാക്കി ഒപ്പിട്ട് വച്ചിരിക്കുന്നത്. അങ്ങനെ അദാനി വിഷയത്തിൽ എന്ത് പറഞ്ഞാലും അത് പിണറായിയുടെ മൂട്ടിലാണ് പൊട്ടുന്നത്. നിയമസഭയിൽ പിണറായിക്കെതിരെ അത്ര വലിയ വിമർശനമൊന്നും ഉന്നയിക്കുന്ന ആളല്ല കുഞ്ഞാലിക്കുട്ടി. പക്ഷേ കുഞ്ഞാലിക്കുട്ടി വരെ അദാനിയുടെ വിഷയത്തിൽ പിണറായിയെ എടുത്തിട്ടലക്കി. ഞങ്ങളെക്കാൾ അദാനിയുമായി ബന്ധമുള്ളത് നിങ്ങൾക്കല്ലേ എന്നായിരുന്നു 1.5 ചോദ്യം കുഞ്ഞാലിക്കുട്ടി ചോദിച്ചത്. നിങ്ങൾ 10 കൊല്ലം അദാനി പാർട്ട്ണർ എന്ന് പറഞ്ഞ് പൊക്കിപ്പിടിച്ച് നടന്നവരല്ലേ? അദാനിയുടെ കൈ പിടിച്ച് ഇടതുപക്ഷ സർക്കാർ വികസന കുതിപ്പിലേക്ക് പോകുന്നു എന്നൊക്കെയാണ് തള്ളി മറിച്ചത് CPM. വിഴിഞ്ഞത്ത് അദാനി പിണറായി ഫ്ലെക്സ് വെച്ച് കൊണ്ടാടിയത് CPM ആണ്. അദാനിയെ AKG സെന്ററിൽ വിളിച്ചിരുത്ത് സൽക്കരിച്ചു. അദാനിയുടെ ജാക്കറ്റ് ധരിച്ച് പിണറായി കുടുംബം വിഴിഞ്ഞത്ത് ബോട്ടിലൂടെ ചീറിപ്പാഞ്ഞത് നമ്മൾ കണ്ടില്ലേ? പിണറായി സർക്കാരിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ഇളവുകൾ അദാനിക്ക് കൊടുത്തത്. എത്ര നിയമലംഘനങ്ങൾ വിഴിഞ്ഞത്ത് അദാനി കമ്പനി നടത്തിയിട്ടുണ്ട്. അന്നത്തെ സർക്കാർ ഒരക്ഷരം മിണ്ടിയിരുന്നോ? അങ്ങനെ അദാനിയെ എഴുന്നള്ളിച്ചു കൊണ്ടു നടന്നത് പിണറായിയാണ്. എന്നിട്ട് സതീശൻ അദാനി ഡീൽ എന്ന് പറയാൻ ചില്ലറ തൊലിക്കട്ടി പോരാ. പിണറായി കാലത്ത് അദാനി വികസന നായകൻ, പിണറായി പ്രതിപക്ഷത്തായപ്പോൾ അദാനി കുത്തക മുതലാളി. ഇതെന്തോ നിടപാടെന്നാണ് സതീശൻ ചോദിക്കുന്നത്. ഇതോടെ അണ്ണാക്കിലെ പിരിവെട്ടിയിരിക്കുകയാണ് പിണറായിക്ക്. അതിൻ്റെ ഇടയിലാണ് ബാലഗോപാൽ എന്തേലും വാ തുറന്ന് പറയുമെന്നും പറഞ്ഞുകൊണ്ട് പിണറായിയെ പേടിപ്പിക്കുന്നത്. സത്യത്തിൽ പിണറായി നിയമസഭയിൽ ഇപ്പോൾ ഭയക്കുകയാണ്. ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല, ഭരണപക്ഷത്തെ എതിർക്കാൻ കഴിയുന്നില്ല. എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് നേരിട്ട് പിണറായിയുടെ നെഞ്ചത്ത് തന്നെ പൊട്ടുകയും ചെയ്യുന്നു.
ഇതേ അവസ്ഥയാണ് ഇപ്പോൾ ദേശാഭിമാനിക്കും ഒരു വാർത്ത കൊടുക്കാൻ കഴിയുന്നില്ല. അദാനിയുമായി ബന്ധപ്പെട്ട കേസിലോ അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇളവ് നൽകിയ വിഷയത്തിലോ അതുമല്ലെങ്കിൽ ഈ പറയുന്ന PM ശ്രീയിലോ ഒന്നും ഒരു വാർത്ത പോലും ദേശാഭിമാനിക്കും കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം അതെല്ലാം അവരുടെ അണ്ണാക്കിൽ തന്നെ വന്ന് വീണ് പൊട്ടുന്ന ബോംബുകളാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.